നരകത്തിൽ പ്രവേശിക്കുന്ന 4 വിഭാഗം സ്ത്രീകള്. നമ്മുടെ മക്കളെ നമ്മൾ ഉപദേശിക്കണം, നന്നാക്കണം. ഈ സ്വഭാവവും പ്രകൃതവും ഉണ്ടെങ്കിൽ മാറ്റണം. അതിനാണ് ഇത് പറയുന്നത്. നരകത്തിൽ അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാനല്ല, മുന്നറിയിപ്പ് നൽകിയിട്ട് അതിൽ നിന്ന് മാറ്റിയിട്ട് സ്വർഗത്തിൽ കൊണ്ടുപോകാനാണ്. ഒരു പെണ്ണാരാന്നറിയോ? ഫംറാത്തുൻ ബദിയത്തുൽ ലിസാനി അലാ സൗജിഹാ, നാവ് വടക്ക് പിടിച്ച പെണ്ണാണ്. ഭർത്താവിനോട് തട്ടിക്കയറി സംസാരിച്ച് എന്നും ആ സംസാരത്തിന്റെ വിഷമം കൊണ്ട് അങ്ങനെ തീ തുപ്പുന്ന രൂപത്തിലാണ് ഭർത്താവ് ഉറങ്ങുന്നത്. ശാരീരിക സുഖങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും, ഭക്ഷ്യവസ്തുക്കളൊക്കെ സമയത്ത് കിട്ടുന്നുണ്ടെങ്കിലും നാവ് സഹിക്കൂല. നാവെടുത്താൽ വെറുപ്പുളവാക്കുന്ന വാക്കുകൾ പറയും. ഒന്ന് പറയുമ്പോ മറുപടി കിട്ടുമ്പോഴേക്ക് ഭർത്താവ് മിണ്ടാതിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, കല്യാണം കഴിച്ചുപോയി, ഇനി എങ്ങാനും ഒരു വേർപിരിഞ്ഞാൽ മക്കളെ ഓർത്തുകൊണ്ട് വേർപിരിയാൻ കഴിയുന്നില്ല. പക്ഷേ ഇതിന്റെ നാവ് വളരെ മോശമാണ്. ദുസ്വഭാവത്തിന്റെ വലിയൊരു അടയാളമാണ് നാവിന്റെ നീച സ്വഭാവങ്ങൾ, നീചകൃത്യങ്ങൾ, നീച മറുപടികൾ. സഹിക്കാൻ പറ്റൂല. അത് മാത്രല്ല, ഭർത്താവ് പോയാൽ സ്വന്തം ശരീരം സൂക്ഷിക്കൂല. ആർക്കും കയറി വരാം, ആരോടും സംസാരിക്കാം, ആർക്കും ആ വീട്ടിൽ വന്ന് സംസാരിക്കാം, വേണ്ട രൂപത്തിൽ ആ വീട്ടിൽ വന്ന് ഫോട്ടോ എടുക്കാം, ദർശന സ്പർശനങ്ങൾ നടത്താം. സ്വന്തം ശരീരത്തിന് സുരക്ഷിതത്വമുണ്ടോ? ഇല്ല. അദ്ദേഹം പോയി തിരിച്ചു വരുമ്പോഴേക്ക് ബന്ധങ്ങളായി ആ പെണ്ണിന് ധാരാളം ബന്ധങ്ങളാണ്. സുഖങ്ങൾ അനുഭവിക്കുന്നത് ഭർത്താവ് വരുമ്പോ കുറവാണ്. ഭർത്താവ് അങ്ങ് പോയാൽ സുഖിക്കാൻ ധാരാളം ആളുകളാണ്. വിളിച്ചു വരുത്തുകയാണ്, ചാറ്റിംഗ് നടത്തുകയാണ്, സുബ്ഹാനല്ലാഹ്, നേരിട്ട് സംവദിക്കുകയാണ്. മക്കളെയും മറ്റുമൊക്കെ ജോലിക്കും വിദ്യാഭ്യാസത്തിനും വിട്ടിട്ട് കിട്ടുന്ന സമയം മറ്റുള്ളവരുടെ കൂടെ ഉലാത്തുകയാണ്. ഭർത്താവ് അപ്രത്യക്ഷനായാൽ സ്വന്തം ശരീരത്തെ കാത്തു സൂക്ഷിക്കാത്ത പെണ്ണാണ്. വീട്ടിലെത്തിയാലോ പോകുന്നത് വരെ നാവ് കൊണ്ട് ശല്യം ചെയ്യും. പറയാൻ പറ്റാത്തതൊക്കെ പറയും. ഭർത്താവിന്റെ കുറ്റങ്ങൾ എണ്ണി എണ്ണി പറയും. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ കുറെ ആളുകളുമായി ഇടപഴകുമ്പോ അവരിൽ ഒക്കെ കണ്ട സൗന്ദര്യങ്ങളുടെ കുറവ് ഈ ഭർത്താവിനുണ്ടെന്ന് കാണുമ്പോ അയാളെ പറഞ്ഞ് വിഷമിപ്പിക്കുകയാണ്. ഭർത്താവിനെ ശല്യം ചെയ്യുന്ന വാപ്പയെ, ഉമ്മയെ ശല്യം ചെയ്യുന്ന, സങ്കടപ്പെടുത്തുന്ന പെണ്ണ് നരകത്തിലാണ്. വംറാത്തുൻ, രണ്ടാമത്തെ വിഭാഗം, തുകല്ലിഫു സൗജഹാ മാ ലാ യുതീഖ്, സ്വന്തം ഭർത്താവിനോട് സാധിക്കാത്തത് നിർബന്ധിപ്പിക്കുന്ന പെണ്ണാണ്. അത് വേണം, ഇത് വേണം, ഈ സാധുവിന് അതിന് കഴിയില്ല. നിത്യജീവിതത്തിലെ ചെലവുകളൊക്കെ അയാൾ നിവർത്തി മുന്നോട്ട് പോകുന്നുണ്ട്, പക്ഷേ സാധിക്കാത്തതിന് കൽപ്പിക്കുന്നു, എന്നിട്ട് വലിയ കടം വരുത്തുന്നു. സങ്കടം സഹിക്കാതെ ആ സഹോദരൻ ആത്മഹത്യയിലേക്ക് പോകുന്നു. സുബ്ഹാനല്ലാഹ്, കഴിയാത്തതിന് കൽപ്പിക്കുന്ന പെണ്ണാൻ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, കഴിയാത്തത് കൽപ്പിക്കരുത്, കഴിയുന്നത് മാത്രം കൽപ്പിക്കണം. അവിടെയാണ് ഉമ്മമാരെ നമ്മൾ പഠിക്കേണ്ട വലിയ പാഠം. സയ്യിദത്തുനാ ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹാ എത്ര കഴിവ് കുറഞ്ഞാലും ഭർത്താവായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ക്ഷമയോടെ നിന്നു. വളരെ ക്ഷമയോടെ, താല്പര്യത്തോടെ നിന്നു. നല്ല സഹകരണത്തോടെ ജീവിച്ചു. എത്ര വിഷമാവസ്ഥ വന്നിട്ടും അലി റളിയല്ലാഹുവിനെ ആക്ഷേപിച്ചിട്ടില്ല, പരാതിപ്പെട്ടിട്ടില്ല, കഴിയാത്ത ഒരു കാര്യത്തിനും നിർബന്ധിപ്പിച്ചിട്ടില്ല. നല്ല സഹകരണത്തോടെയാണ് ജീവിക്കേണ്ടത്. അപ്പൊ കഴിയാത്തത് ഭർത്താവിനോട് നിർബന്ധിപ്പിക്കുന്ന പെണ്ണ്, ആ പെണ്ണും നരകത്തിലാണ്. മൂന്നാമത്തെ വിഭാഗം, അന്യപുരുഷന്മാരിൽ നിന്ന് ശരീരം മറക്കാത്ത പെണ്ണാണ്. ഉപ്പമാരോട്, ഭർത്താക്കന്മാരോട്, ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ, അതിനവർ മറ സ്വീകരിക്കുമ്പോ നമ്മൾ തടസ്സക്കാരാകരുത്. ഒരു മറ സ്വീകരിക്കാൻ നല്ല ഇഖ്ലാസോടെ ഒരു പെണ്ണ് ഒരുമ്പെടുമ്പോ, നീ പതൊന്നും ധരിക്കണ്ട, ഉമ്മാമയാകണ്ട, ഒരു ഷാളിട്ടിന്റെ കൂടെ പോന്നാ മതി. എന്റെ ഫ്രണ്ട്സ് കണ്ടാല് ചോദിക്കും അത് ഉമ്മയാണോന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ ജേട്ടത്തിയാണോ എന്ന് ചോദിച്ചു കളയും. അതുകൊണ്ട് എന്റെ 18ന്റെ പവറുള്ള, 21ന്റെ മികവുള്ള നല്ലൊരു 1ാം നമ്പർ പെണ്ണാകട്ടെ, നീ ഇങ്ങനെ പോന്നാൽ മതി, ഒരു ഷാളൊക്കെ ഇട്ടാൽ മതി. അത് കഴുത്തയാലായും കുഴപ്പമില്ല, ബാഗിലായാലും കുഴപ്പമില്ല. എന്നെ കണ്ട ആൾക്കാർക്കൊക്കെ നീ മറ്റയാളെ മോളാണെന്ന് മനസ്സിലാകുമല്ലോ. ആ തരത്തിൽ ഇസ്ലാമൊക്കെ മതി എന്ന് പറഞ്ഞ് അവരുടെ മറ നമ്മൾ പൊളിക്കല്ല. എന്റെ ഭാര്യന്റെ കഴുത്ത് മറക്കാൻ ഭാര്യക്ക് താല്പര്യം ഉണ്ടാകുമ്പോൾ ഞാനതിന് തടസ്സമായാൽ ആരാ ഉത്തരവാദി? ഭാര്യല്ല, ഞാനാ.
അവളത് മറക്കാൻ ശരിക്കും ഒരു മക്കനെ കുത്തിയിട്ട് മറക്കാൻ മക്കനൊന്നും ഇടണ്ട, ഒരു ഷാൾ ഇട്ട് വന്നാൽ മതി. വലിയ മക്കന ബീവി. മറക്കാൻ പറഞ്ഞിട്ടും മറക്കാത്ത പെണ്ണുങ്ങളില്ലേ, അവരെ പറ്റിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, വംറാത്തുൻ ലാ തസ്തുറു നഫ്സഹാ മിനർ റിജാൽ. മറ്റു പുരുഷന്മാരെ അന്യപുരുഷന്മാരെ കാണുമ്പോൾ ഒരു പ്രശ്നവുമില്ല, സ്വന്തം ശരീരം മറക്കൂല. വതഖ്റുജു മിൻ ബൈതിഹാ മുതബഖ്രിജാ. വീട്ടിൽ നിന്ന് അവർ രംഗപ്രവേശനം ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? പ്രൗഢിയുള്ള വസ്ത്രം ധരിച്ച് കണ്ടാൽ ആളുകൾ ആശിച്ചു പോകുന്ന രീതിയിൽ നല്ല അത്തർ പൂശിയിട്ട് ആരെങ്കിലൊക്കെ കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കാൻ പറ്റുന്ന രൂപഭാവങ്ങൾ സ്വീകരിച്ച് വീട് വിട്ട് രംഗപ്രവേശനം ചെയ്യും. ഞാൻ എന്റെ വാക്കുകൊണ്ട് പറഞ്ഞതല്ല, കാലേ കൂട്ടി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. നാലാമത്തെ ഒന്നുകൂടി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വംറാത്തുൻ ലൈസ ലഹാ ഹമ്മുൻ ഇല്ലൽ അക്ലു വശുർബു ഇല്ലൽ അക്ല വശുർബ വന്നൗം. നാലാമത്തെ ഒരു വിഭാഗം, തീറ്റ കുടി ഉറക്കം, അത് മാത്രമേ അവരെ മേൽവിലാസത്തിലുള്ളൂ. അവരെ ഐഡന്റിറ്റി അതേ ഉള്ളൂ, കുടിക്കുക, ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക. പിന്നെ നിസ്കാരത്തിൽ താല്പര്യമില്ല, ഖുർആൻ ഓതാൻ താല്പര്യമില്ല, മാലയും മൗലിദും അതൊന്നും താല്പര്യമില്ല. ഭക്ഷണം കഴിക്കുന്ന നേരമാകുമ്പോൾ ഇഷ്ടംപോലെ അങ്ങോട്ട് കഴിക്കുക, കുടിക്കുക, ടൈം ആകുമ്പോൾ ഉറങ്ങുക, സുബഹിക്ക് ഉറങ്ങുക, കുട്ടികളൊക്കെ സ്കൂളിൽ പോയാൽ പിന്നെയും ഉറങ്ങുക, വൈകുന്നേരം ഉറങ്ങുക. ഇതന്നെ ആകെ പരിപാടിയുള്ളൂ. നിസ്കാരമില്ല, മറ്റു ഇബാദത്തുകളൊന്നും താല്പര്യമില്ല. വലാ ത്വാഅത്തി റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി തങ്ങളുടെ ഒരു സുന്നത്ത് സ്വീകരിക്കാൻ താല്പര്യമില്ല. വലാ ത്വാഅത്തി സൗജിഹാ, ഭർത്താവിനെ അനുസരിക്കാനും താല്പര്യമില്ല. ഈ 4 വിധം സഹോദരിമാരും നരകത്തിൽ പോകുന്നവരാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മൾ അതിൽ പെടാതിരിക്കാനാണ്.